ചേർന്ന് പാടാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, 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 നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, 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 നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, 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 നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, 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 നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഹായിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവം എന്തെല്ലാം എനിക്ക് ചെയ്തു തന്നു. വസ്തുതയിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ എറണാകുളത്തേക്ക് വരുന്നതിന് മുമ്പ് സൂര്യനെല്ലിയിലായിരുന്നു, മേരിലാൻഡിൽ. ഇങ്ങോട്ട് പോരുന്ന ദിവസം കൃത്യദിവസം ഓർമ്മിക്കുന്നില്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വിചാരിക്കുന്നു. തോട്ടത്തിലെല്ലാം പോയി ഗ്രോട്ടയിൽ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ പോവുകയാണ്, ഇനി ഫാത്തിമയെ കാണാം. അങ്ങനെയൊക്കെ മാതാവിനോട് പറഞ്ഞിട്ടാണ് ഞാനവിടെ നിന്ന് പോകുന്നത്. താഴെ വീട്ടിൻ്റെ അവിടെ വന്നു, വണ്ടി നിർത്തി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി, വണ്ടി മുറ്റത്തിട്ടിട്ട് അതുകൊണ്ട് ഇത്രയും ദൂരം അങ്ങോട്ട് നടന്നാൽ വീട്ടിലേക്ക് കയറാം. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വലിയൊരു പ്രകാശം വന്ന് എന്നെ അങ്ങ് വീഴുകയാണ്. ഇനി വന്ന് എൻ്റെ മുമ്പിൽ എൻ്റെ ദേഹത്ത് വന്ന് വീണെങ്കിൽ ഞാൻ ഫീൽ ചെയ്തു. ഞാൻ വളരെ വേഗം മുകളിലേക്ക് നോക്കി. ഞാൻ കണ്ടത് സൂര്യനെയാണ് കണ്ടത്. പക്ഷേ കണ്ട സൂര്യനെ അല്ല, ഭയങ്കരമായ ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ ഇവിടെ ജ്വലിച്ചു നിൽക്കുക. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒറ്റ നിമിഷം ഞാൻ കാണുകയാണ് ആ തിരുവോസ്തി. ആ സമയത്ത് സൂര്യനിലേക്ക് കണ്ടത് സൂര്യനെയല്ല, ദൈവത്തിൻ്റെ വലിയ മഹത്വവും തിരുവോസ്തി പോലെ നിൽക്കുന്ന ആ പ്രാഭവം കണ്ടുകൊണ്ട് ഞാൻ ഉറക്കെ വിളിച്ചു. എൻ്റെ സഹോദരനെ വിളിച്ചു, ആരെല്ലാം കൊണ്ട് കാണാൻ വേണ്ടി. പക്ഷെ ആരും വന്നില്ല, ഇറങ്ങാൻ പറ്റിയില്ല. 2 മിനിറ്റ് മാത്രം സൂര്യൻ മറഞ്ഞു പോയി. പക്ഷെ അത് ഞാൻ ഓർത്ത്, എന്താണ് കാര്യം, എന്താണ് കർത്താവ് വിളിച്ചത് ഇപ്പം ഇങ്ങനെ ഒരു അടയാളം തന്നത്? സംതിങ് ഈസ് ദയർ, എന്തോ ഉണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ ഈ പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ഞാനതൊക്കെ ഓർത്തു. കർത്താവ്, അതെനിക്ക് വലിയ അനുഭവമായിരുന്നു. കാരണം എനിക്കറിയാം അതൊരു സാധാരണ ഒരു കാഴ്ചയല്ല ഞാൻ കണ്ടത്. ദൈവത്തിന് ഇടപെടലായിരുന്നു. കർത്താവ് ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. പലപ്പോഴും ഞാൻ കാണാറുള്ള കാര്യമാണ്, ഒരു അഷുറൻസ് ആണത്, ഒരു ഉറപ്പാണത്. ഞാൻ കൂടെ ഉണ്ട്. വലിയൊരു പരീക്ഷ നേരിടാൻ പോകുന്നതിന് മുമ്പ് പലപ്പോഴും ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂര്യനിൽ തന്നെ അടയാളം വരും,
അപ്പോൾ എനിക്ക് മനസ്സിലാകും വലിയൊരു പരീക്ഷയായിരിക്കും നേരിടാൻ പോകുന്നത്. പക്ഷെ അവിടെയെല്ലാം ലഭിച്ച ഒരു ഉറപ്പും ഒരു ധൈര്യവുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ആ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്ത സംഭവം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു പെൺകുട്ടി ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ട് മറ്റു പയ്യനുമായിട്ട് പ്രണയബന്ധത്തിലായി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 18 വയസ്സും 3 മാസമായിട്ടുള്ളൂ. കേരളത്തിൻ്റെ അറ്റത്തേക്ക് പോയി. മറ്റേ ഒരു കുടുംബത്തിൽ മകളെ കാണാതായിട്ട് ഭയങ്കര വേദനയിൽ മാതാപിതാക്കന്മാർ. പോലീസ് കേസായി, മിസ്സിംഗ് കേസായി. അവസാനം പോലീസ് കണ്ടുപിടിച്ചു. കോടതിയിൽ അവർ കൊണ്ടുവരികയാണ്. കൂട്ടത്തിൽ വലിയ സന്നാഹങ്ങളാണ് വന്നിരിക്കുന്നത്. എനിക്കൊരു കോൾ വരിക. ഞാൻ സൂര്യനിൽ നിന്നും ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വരികയാണ്. വണ്ടിയിൽ യാത്ര ചെയ്യുമാണ്. എൻ്റെ മകൻ വണ്ടി ഡ്രൈവ് ചെയ്യുന്നു. ആ സമയത്താണ് കോൾ വന്നത്. ഞാൻ അതുകൊണ്ട് കോൾ എടുത്തു. ഭയങ്കര നിലവിളിയാണ്. എന്നെ രക്ഷിക്കണേ ബ്രദറെ, എന്നെ സഹായിക്കണേ. നിങ്ങൾ ആരാണ്, എന്താണ്? ഭയങ്കര നിലവിളിയാണ്. സംഭവം പറഞ്ഞു ഇന്നമാരിയാണ്, എൻ്റെ മകള് കോടതി നിൽപ്പുണ്ട്. അവൾ പറഞ്ഞത് ഞാൻ വരില്ല, ഞാൻ അവൻ്റെ കൂടെ തന്നെ പോകും. കാരണം കോടതിയിൽ ജഡ്ജിന് മുമ്പിൽ അവൾ പറയണം. അതിൽ ഇയാൾ കണ്ണുനീരും നിലവിൽ കേട്ടപ്പോൾ ഞാനും പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറേ സമയം കുറേ ആശ്വാസം കിട്ടി. അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞു, അവൾ ഉച്ചയ്ക്ക് കോടതി അവധിക്ക് കുറച്ച് സമയം വിശ്രമമുണ്ട്, പുറത്ത് വരും. ആ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ അവൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പറയും അവൾ ഫോൺ അറ്റൻഡ് ചെയ്താൽ പ്രാർത്ഥിക്കാം. ഉച്ച സമയത്ത് ഇയാളെന്നെ വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ അവൾ പുറത്ത് നിൽപ്പുണ്ട്, പക്ഷെ അവൾ സംസാരിക്കാൻ തയ്യാറല്ല. അവളുടെ വക്കീലെ അനുവദിക്കുന്നില്ല. കാരണം ആ പയ്യനുമായിട്ട് രജിസ്റ്റർ മാരേജ് മറ്റും നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അപ്പനെ നമ്മൾ സംസാരിക്കാൻ പോലും അവർക്ക് അനുവാദമില്ല. ഈ മനുഷ്യൻ ഫോൺ ഓൺ ഇതെങ്കിലും പറയും, ബ്രദർ ഒന്ന് സംസാരിക്കും, ഒന്ന് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട്. ഒരു 15 മിനിറ്റ് സമയം ഈ മനുഷ്യൻ വിളിക്കുക. ഒന്ന് വാ മോളെ, ഒന്ന് എടുക്ക്, നിന്റെ അപ്പനല്ലേ പറയുന്നത്, ഒന്ന് വാ. ഇയാളിങ്ങനെ കരഞ്ഞ് നിലവിളിക്കുകയാണ്. ഞാൻ കേട്ടോണ്ടിരിക്കുക. അവൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. പക്ഷേ അപ്പൻ്റെ ആ വേദന നിലവിളി ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന, ദൈവമേ, ഒരേ ഒരു മകളേ ഉള്ളൂ, അവളെ നഷ്ടപ്പെട്ടു പോയത്. ഇവിടെ കർത്താവിടെ അത്ഭുതം ചെയ്തു. പെട്ടെന്ന് ഇവള് വന്ന് ഫോൺ ഇയാടെ മേടിച്ചു. ഞാനൊന്നും സംസാരിച്ചില്ല. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞെരുക്കുന്ന പീഡിപ്പിക്കുന്ന സകല നാരീക്ഷത്തിൽ ഞാൻ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ഞാൻ വിട്ടുപോകട്ടെ. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിലേക്ക് ഇറങ്ങി വരട്ടെ. ഒന്നും സംസാരിക്കാൻ പോലും, കാരണം ഒന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന സമയമല്ല. പ്രാർത്ഥന തീരാറായപ്പോഴത്തേനും അവൾ ഫോൺ കട്ട് ചെയ്തു, തിരിച്ചു കൊടുത്തിട്ട് അപ്പോൾ പറഞ്ഞു, എന്നെ നോക്കണ്ട, ഞാൻ അങ്ങോട്ട് പോകും, ഞാൻ 1 മാസം അവിടെ പോയി താമസിക്കും, എന്നിട്ട് ഞാൻ തീരുമാനം പറയാം. ഇളണ്ട് പറഞ്ഞു, ബ്രദറെ അവൾ അങ്ങനെയാണ് പറഞ്ഞത്, നമ്മുടെ കർത്താവിനെ വിട്ടുകൊടുക്കുക, സമാധാനമായിട്ടിരിക്കുക, കാത്തിരിക്കാം. ഇവിടെ കോടതിയിൽ അടുത്ത സെക്ഷനിൽ ജഡ്ജിന് മുമ്പിൽ വിളിച്ചെന്നു. അവിടെ തീരുമാനം പറയണം, എന്താണ്, ഒന്നുകിൽ ഈ യുവാവിന് കൂട്ടത്തിൽ പോകണം, ഇല്ലെങ്കിൽ അപ്പനമ്മയുടെ കൂട്ടത്തിൽ പോകണം. ഇവളവിടെ പറഞ്ഞ തീരുമാനം, എനിക്കെൻ്റെ അപ്പനമ്മയുടെ കൂട്ടത്തിൽ പോകണമെന്നാണ്. ആ മകൾ അപ്പൻ്റെ അമ്മയുടെ കൂടെ അവരുടെ വീട്ടിൽ വരുന്നു. വർഷത്തിൽ എനിക്കറിയാം അത് വലിയൊരു മിറക്കിളായിരുന്നു. എൻ്റെ ഇയാളെന്നെ വിളിച്ച് പറയാം, ബ്രദർ ഇത് വലിയൊരു മിറക്കിളാണ്, ഞാൻ എവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ വരും. കാരണം അത്രയും ശക്തമായിട്ട് കർത്താവിടെ ഇടപെട്ടത്. സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇരയെ വിടുവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവിനെ കൊണ്ട് പറ്റും വിടുവിക്കാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ കൊണ്ട് പറ്റും, സാധിക്കും. ഹല്ലേലൂയ. അവിടുന്ന് ശക്തനായ കർത്താവാണ്. നമ്മൾ സേവിക്കുന്ന കർത്താവ് ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് രക്ഷ കൊടുക്കുന്ന ദൈവമാണ് ഇവിടുന്ന്. കാരണം വീണ്ടും വിളിച്ചു പറയും, അസാധ്യമായവയെ സാധ്യമാക്കിയ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ജീവിതത്തിൽ നമുക്ക് വിശ്വാസം തകർന്നു പോകുന്ന സാഹചര്യം വരുമ്പോൾ ഉണ്ടാകും, പരീക്ഷിക്കപ്പെടുമ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കഴിഞ്ഞ കാലം ചെയ്ത കാര്യങ്ങൾ ഓർക്കുക, അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഓർക്കുക. അതോട് നന്ദി പറയുമ്പോൾ നമ്മുടെ വിശ്വാസം ഉണരാൻ തുടങ്ങും. ഹല്ലേലൂയ. അതല്ല, ഞാൻ അതേപോലെ ദുഃഖിച്ച് നിരാശപ്പെടാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. പിശാച് അവസരമുണ്ട്, നമ്മുടെ മനസ്സ് ഇടിച്ച് തകർത്ത് നമ്മളെ താഴെ കളയും. നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ ഓർമ്മിക്കണം, നന്ദി പറയണം. ഇനി ഒന്നും പറയാനില്ലയോ? തിരുവചനത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഒത്തിരി സംഭവങ്ങളുണ്ട്. ആ അഗ്നിയിൽ നിന്ന് 3 യുവാക്കന്മാർ രക്ഷപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിന് ഇറങ്ങി വന്നത് അറിയാവോ? കാരണം
അഗ്നി കൊണ്ട് ഉണ്ടാക്കി. രാജാവ് പറഞ്ഞു തീയിലേക്ക് എറിയുമെന്ന് പറഞ്ഞു, തീ വിഴുങ്ങുമെന്ന് പറഞ്ഞു. ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ അഗ്നിയിലേക്ക് എറിഞ്ഞാലും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കുവാൻ ശക്തനാണെന്ന് പറഞ്ഞു. അതാണ് വിശ്വാസമായിരുന്നു. പക്ഷെ അവർ വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞു, അഥവാ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ നിയമം അനുസരിക്കത്തില്ല, നിന്റെ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. ഹല്ലേലൂയ. ആ ഒരു ഏറ്റുപറച്ചില് സ്വർഗത്തെ പിടിച്ച് ഇളക്കി പ്രിയപ്പെട്ടവരെ. അഥവാ ദൈവം രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ആ ദൈവത്തെ തള്ളി പറയത്തില്ല, ഞങ്ങൾ നിന്റെ ബിംബത്തെ ആരാധിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിമിഷമാണ് ഇവർ എറിയപ്പെടുന്നു. ആ നിമിഷം ഇവിടെ വന്നു ദൂതൻ അതിജുവലെ ആട്ടിയാകട്ടെ. അതിനുള്ളിൽ മുഴുവനും ജലഗണം നിറഞ്ഞ ഒരു വലിയ ശീതീകരിച്ച ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവരുടെ മുടി കരിഞ്ഞ് രോമത്തിന് പോലും കരിഞ്ഞില്ല, പുകമണമേറ്റില്ല, ഒന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. വിശ്വാസമാണ്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം നമുക്കില്ല. ഏത് പ്രശ്നങ്ങളെ നേരിടാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് വചനം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഓർമ്മിക്കണം പിതാക്കന്മാരെ എങ്ങനെ ദൈവം രക്ഷപ്പെടുത്തി നയിച്ചു. അബ്രാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവൻ വിശ്വാസം ഇല്ലാത്തവനെ പോലെ ദൈവത്തിനെതിരായി ചിന്തിച്ചില്ല. ഹല്ലേലൂയ. റോമ 4 നമ്മൾ വായിക്കുകയാണ്, വിശ്വാസം ഇല്ലാത്തവനെ പോലെ അവൻ ദൈവത്തിനെതിരായി ചിന്തിച്ചില്ല, മറിച്ച് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ അവൻ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. വിശ്വാസം ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് വിശ്വാസം ശക്തിപ്പെടുത്തും. നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന പിശാച് നിരാശപ്പെടുന്ന ചിന്തകൾ, ഓർമ്മകൾ തന്നെ നമ്മളെ തകർത്ത് കളയും. ഒരിക്കലും അനുവദിക്കരുത്. നമ്മുടെ ചിന്തയെ തൊടാൻ അനുവദിക്കരുത്. വിവിധ ചിന്ത വരുമ്പോൾ തന്നെ സാത്താനെ പിടിതെറിയണം. വിട്ടുപോ സാത്താനെ, എൻ്റെ കർത്താവ് ശക്തനാണ്, എൻ്റെ കർത്താവിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞ വചനം, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ വചനം ഏറ്റു പറയുമ്പോൾ അഗ്നി ആയതുകൊണ്ട് സകല തിന്മയോടെ തകർന്നു. പൗലോസും ശീലാസും ആ വേദനയിൽ അവരനുഭവിച്ച ദൈവസ്നേഹമാണ്, യേശുവിനെ കുറിച്ച് അവരുടെ ആഴ അറിവാണ്, അവരുടെ വിശ്വാസമാണ് ഇത് സ്തുതിക്കുവാനും നന്ദി പറയാനും അവരെ ഉണർത്തിയത്. ഒരു കാര്യം കൂടെ ഏത് പറയാനായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപം, ഹൃദയത്തിലുള്ള പാപം, അത് നമുക്കെതിരാണ്. എപ്പോഴും നമ്മുടെ വിശ്വാസം എതിരാവും. നമുക്ക് നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തെ പിടിച്ച് ഉലയ്ക്കും. നമ്മുടെ പാപം നമ്മളിൽ കിടക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. നമ്മൾ പാപം കിടക്കുമ്പോൾ ആ പാപത്തെ ഒരു താവളമായി കണ്ട് നമ്മുടെ വിശ്വാസത്തെ സാത്താൻ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം അതാണ്, വിശുദ്ധീകരിക്കപ്പെടണം. ഏതെല്ലാം രീതിയിൽ നമ്മൾ തിരിച്ചറിയണം. ദൈവമേ, ഒരു കുറവ് സംഭവിച്ച് തിരിച്ചറിയണം. എവിടെയാണ് കർത്താവ്, എവിടെയാണ് പാളിച്ചുള്ളത്, എന്താണ് ഈ കുറവ് സംഭവിച്ചിട്ടുള്ളത്, നമ്മൾ ചോദിക്കണം. അതാണ് ചോദിക്കണം. ദൈവത്തിൻ്റെ ആത്മാവെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ചോദ്യം ചെയ്യലല്ലത്. എനിക്കറിയണം കർത്താവ്, എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു, എന്തുകൊണ്ട് ഈ വീഴ്ച സംഭവിച്ചു, എന്തുകൊണ്ട് ഈ പരാജയം സംഭവിച്ചു. അത് കാരണം കണ്ടെത്തുമ്പോൾ, അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്താണ് നമ്മുടെ കുറവ്, എന്താണ് എനിക്കും എൻ്റെ ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. അത് തിരിച്ചറിയുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന വിശുദ്ധീകരണമാണ്, നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറാം. എല്ലാ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും ആ വിശ്വാസ സ്തുതിപ്പിലാണ് അവരിരുന്ന് തടവര അടിത്തറ ഇളകിയത്. ആ ഇരുമ്പോടാമ്പല്ലോ, ഇരുമ്പ് വാതിൽ തുറക്കപ്പെട്ടത്. 3 കാര്യമാണ് സംഭവിച്ചത്. അടിത്തറ ഇളകി, ഇരുമ്പ് കവാടങ്ങൾ തുറക്കപ്പെട്ടു, ചങ്ങല അഴിഞ്ഞു വീണു. ആമേൻ, ഹല്ലേലൂയ. 3 കാര്യങ്ങൾ സംഭവിക്കുന്നത്. വിശ്വാസം നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ അടിത്തറ, സംശയത്തിൻ്റെ, ഭയത്തിൻ്റെ, പാപത്തിൻ്റെ അടിത്തറ ഇളകട്ടെ. ഇവിടെ കിടക്കുന്ന തലമുറകൾക്കെല്ലാം രക്ഷയും വിടുതലും ഉണ്ടാകട്ടെ. കാരണം നമ്മുടെ അടിത്തറ പടുത്തുയർത്തപ്പെട്ടത് തുറയ തലമുറകളിലാണ്. അവിടെയെല്ലാം വലിയ വിടുതലുണ്ടാകും. ആ അടിത്തറ ഇളകി കഴിയുമ്പോൾ അവിടെ മറ്റൊന്ന് ഉയർത്തപ്പെടും. വിശ്വാസം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ശൂന്യതകളിലേക്ക് ദൈവത്തെ ആത്മാവ് ഇറങ്ങിച്ചെന്ന് അവിടെയെല്ലാം പടുത്തുയർത്തും. ആമേൻ, ഹല്ലേലൂയ.
എഴുന്നേറ്റിരിക്കുക. നമ്മുടെ ചോർന്നുപോയ വിശ്വാസം, ആ വിശ്വാസം ചോർന്നു പോയപ്പോൾ മനസ്സിൽ മടുപ്പ് വന്നു. പ്രാർത്ഥന നിർത്തിവെച്ചു, ബൈബിൾ വായന നിർത്തിവെച്ചു, യോമാല പ്രാർത്ഥന നിർത്തിവെച്ചു, കൂട്ടായ്മ പോക്ക് നിർത്തിവെച്ചു. വിശ്വാസം തളർന്നുപോയി. ഒരിക്കലും അനുവദിക്കരുതേ. വിശ്വാസത്തിൻ്റെ തീജ്വാല എൻ്റെ ആത്മാവിനെ ഉണർത്തട്ടെ. എൻ്റെ ആത്മാവിൽ പടർന്ന് 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 പന്തലിക്കട്ടെ. അവിടെയെല്ലാം ദുഷ്ടൻ വിതച്ചതായ സകല ജ്വലിക്കുന്ന കൂർറമ്പുകളും കർത്താവിൻ്റെ അഗ്നിയിൽ ഇപ്പോൾ ചാമ്പലായി പോട്ടെ. പരിശുദ്ധ കന്യാമരത്തിലുള്ള പിതാവായിക്കുന്ന അവിടുത്തെ അത്ഭുത ശക്തി, ജ്ഞാനത്തിൻ്റെ അഭിഷേകം അഗ്നിയായി ഈ സമൂഹത്തിൽ ഇറങ്ങി നിറയട്ടെ. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഗ്നി കടന്നു ചെല്ലട്ടെ. അവിടെയെല്ലാമുള്ള സകല പൈശാചിക ആധിപത്യങ്ങൾ ചിതറിക്കപ്പെട്ടു പോകട്ടെ, നിർവീര്യമായി പോകട്ടെ. കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, വ്യക്തികൾ സ്വതന്ത്രരാകട്ടെ. കുടുംബങ്ങളെ നശിപ്പിക്കുന്ന പാപത്തിൻ്റെ ശക്തികൾ തകർന്നു പോകട്ടെ. വെറുപ്പിൻ്റെ, പ്രതികാരത്തിൻ്റെ, കോപത്തിൻ്റെ സാത്താനെ ബന്ധിക്കുന്നു. വ്യക്തികൾ സ്വതന്ത്രരാകട്ടെ, കുടുംബങ്ങൾ സ്വതന്ത്രരാകട്ടെ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.